ഹായ് മക്കളെ. അപ്പൊ ടീച്ചർ എന്ന് വന്നേക്കുന്നത് 10ാം ക്ലാസ് ഹിന്ദിയുടെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബസന്ത് മേരെ ഗാവ് ക. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അത് കാണാം. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബസന്ത് മേരെ ഗാവ് ക, എന്റെ ഗ്രാമത്തിലെ വസന്തകാലം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. ഇതൊരു ലേഖാണ്, ലേഖനമാണ്. മുകേഷ് നൗട്ടിയാൽ ആണ് എഴുതിയത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഫസ്റ്റ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ നമുക്ക് അതിലോട്ട് തന്നെ പോവാം. ആദ്യം തന്നെ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തരാഖണ്ഡ് കെ ഹിമാലയ അംജൽ കെ ബച്ചോं का सबसे बड़ा त्योहार कौन सा है? ഉത്തരാഖണ്ഡിലെ ഹിമാലയ അംജൽ കെ, ഹിമാലയ മേഖലയില് ബച്ചോं का കുട്ടികളുടെ सबसे बड़ा त्योहार कौन सा है? ഏറ്റവും വലിയ ഉത്സവം ഏത് ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്? ഫൂൽദേയി ത്യോഹാർ. ഫൂൽദേയി എന്നുള്ളൊരു ഉത്സവമാണ്, പൂക്കളുടെ ഉത്സവമാണ്, നമുക്കറിയാം. ഫൂൽദേയി ത്യോഹാർ മേ, ഈ ഫൂൽദേയി ത്യോഹാർ നടക്കുമ്പോൾ ബഡോം കി ഭൂമിക, വലിയവരുടെ ഭൂമിക അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അതാണ് ഭൂമിക. എന്താണ് വലിയവരുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നത് ഈ ഒരു ചടങ്ങ് നടക്കുമ്പോ? എന്താണ്? ബച്ചോं को സലാഹ് ദേന, കുട്ടികൾക്ക് എന്ത് നൽകല്? ഉപദേശങ്ങൾ നൽകല്. അതാണ് മുതിർന്നവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൂൽദേയി കി അവസർ മേ, ഈ ഫൂൽദേയി ത്യോഹാർ നടക്കുന്ന ടൈമില് ഗാനെ വാലെ ഗീത് ക്യാ ഹേ, പാടുന്ന പാട്ട് ഏതാണ്? ഏത് പാട്ടാണ് പാടാറുള്ളത്? പാട്ടിന്റെ പേരെന്താ? ചൈത്തി ഗീത് എന്നാണ്. ചൈത്തി ഗീത് എന്ന് വെച്ചാല് നാടൻ പാട്ടുകളാണ് പാടാറ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പശു ചാരകോം കി ഖുഷി കാ കാരൺ ക്യാ ഹേ, ആട്ടിടയന്മാരുടെ സന്തോഷത്തിനുള്ള കാരണം എന്താണ്? ഖുഷി കാ കാരൺ ക്യാ ഹേ, അവരുടെ സന്തോഷത്തിനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഈ ആട്ടിടയന്മാരെല്ലാം ഉയർന്ന പ്രദേശത്തിലായിരുന്നു ജീവിച്ചിരുന്നേ. അപ്പൊ വസന്തകാലം ആവുമ്പോ ആ ഒരു ഡണ്ട് കെ മോസമ്മയും തണുപ്പുകാലാവുമ്പോ അവരെന്ത് ചെയ്യും? താഴ്ന്ന പ്രദേശത്തിലേക്ക് മാറി താമസിക്കാറുണ്ട്. പിന്നീട് അവര് വസന്തകാലം വരുമ്പോഴാണ് ഇങ്ങോട്ട് പോകാറ്, അവരുടെ ഗ്രാമത്തിലോട്ട് തിരിച്ചു പോകാറുള്ളത്. അപ്പൊ ആ ഒരു സന്തോഷാണ് അവർക്കുള്ളത്. നമുക്ക് ഉത്തരം നോക്കാം. മഹീനോം ബാദ്, മാസങ്ങൾക്ക് ശേഷം ഘർ ലൗട്ട്നെ കാ സമയ ആയാ ഹേ, വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം വന്നെത്തിച്ചേരുന്നു. അതാണ് അതിനുള്ള റീസൺ, സന്തോഷം തോന്നാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. ഫൂൽദേയി കാ ത്യോഹാർ കിസ് ഋതു മേ മനായാ ജാതാ ഹേ, ഈ ഫൂൽദേയി ത്യോഹാർ, ഫൂൽദേയി ഉത്സവം ഏത് ഋതുവിലാണ് ആഘോഷിക്കാറുള്ളത്? ഏത് ഋതുവിലാ? വസന്ത്, വസന്തകാലം, വസന്തകാലത്തിലാണ് ഈ ഒരു ആഘോഷം ആഘോഷിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൂൽദേയി ത്യോഹാർ മേ ബച്ചോ കോ, അപ്പൊ ഈ ഫൂൽദേയി ത്യോഹാർ നടക്കുമ്പോ ബച്ചോം കോ, കുട്ടികൾക്ക് ദക്ഷിണ കെ രൂപമേ, ദക്ഷിണയായി എന്താണ് അവർക്ക് ദക്ഷിണയായിട്ട് കിട്ടാറുള്ളത്, ലഭിക്കാറുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാ? ചാവൽ, ഗുഡ്, ദാൽ. എന്തൊക്കെയാണ്? അരി, ശർക്കര, ദാൽ, ധാന്യങ്ങളും പരിപ്പ് മുതലായ സാധനങ്ങളൊക്കെയാണ് അവർക്ക് ദക്ഷിണയായിട്ട് ലഭിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ദക്ഷിൺ മേ മിലി, ഈ ദക്ഷിണയായിട്ട് കിട്ടുന്ന ചീസോം സേ, വസ്തുക്കൾ കൊണ്ട് ബച്ചേ ക്യാ കർത്തേ ഹേ, കുട്ടികൾ എന്താണ് ചെയ്യാറുള്ളത്? അപ്പൊ ദക്ഷിണയായിട്ട് കുറച്ച് ആള് കിട്ടൂ നമ്മൾ പറഞ്ഞു. അപ്പൊ കുട്ടികള് ആ വസ്തുക്കൾ കൊണ്ട് ക്യാ കർത്തേ ഹേ, എന്താണ് അവർ ചെയ്യാറുള്ളത്? ഉത്തരം നോക്കാം. സാമൂഹിക് ഭോജ് ബനായാ ജാതാ ഹേ, സാമൂഹിക് ഭോജ്, സമൂഹ സദ്യ, ബനായാ ജാതാ ഹേ, ഉണ്ടാക്കുകയാണ് കുട്ടികൾ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇനി ഒരു സഹി മിലാൻ കരേ, മാത്സ് ഫോളോയിങ് ആണ്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ബച്ചേ ദേർ ഷാം തക്, കുട്ടികൾ വൈകുന്നേരത്തോളം എന്ത് ചെയ്യാറുണ്ട്? നോക്കുക. ഫൂൽ ചുൻതേ ഹേ, പൂക്കൾ പറിക്കാറുണ്ട്. അടുത്തത് നോക്കാം. ബച്ചോं की ठोलिया, കുട്ടികളുടെ സംഘം എന്താണ് ചെയ്യാ? ഗാവ് ഭർ ഘൂംതി ഹേ, ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങും. നെക്സ്റ്റ് വൺ. ഫൂൽദേയി കാ ത്യോഹാർ, ഈ ഫൂൽദേയി എന്നുള്ളൊരു ഉത്സവം ബസന്ത് മേം ആതാ ഹേ, വസന്തകാലത്തിലാണ് വരാറുള്ളത്, എത്തിച്ചേരാറുള്ളത്. അടുത്തത് നോക്കാം. ചുനേ ഗയേ
ഫൂലോം സേ പറിച്ചു വെച്ച പൂക്കൾ കൊണ്ട് കുട്ടികൾ എന്താ ചെയ്യാ? ബച്ചോ ദേഹരിയും സജാത്താ ഹേ. എന്താണ് ദേഹരിയും? വീടിന്റെ മുൻവശം എന്ത് ചെയ്യും? സജാത്തേ ഹേ അലങ്കരിക്കാറാണ് കുട്ടികൾ ചെയ്യാറ്. ഓക്കെ, ഇപ്പൊ ഇതൊരു 4 മാർക്കിന്റെ മാത്സ് ഫോളോയിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശു ചാര് വാപ്പസ് ഘർ ജാത്തേ സമയ്. അപ്പൊ ടീച്ചർ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആട്ടിടയന്മാര് അവരുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയമാണ് ഈ വസന്തകാലം എന്നുള്ളത്. അപ്പൊ ആ ടൈമില് ഒരു ഗ്രാമവാസിയെ കണ്ടു. രണ്ടു പേർക്ക് ഇടയിലുള്ള എന്ത് തയ്യാറാക്കാനാ ക്വസ്റ്റ്യൻ? വാർത്താലാപ് അല്ലെങ്കിൽ സംവാദ് എന്താ? കോൺവെർസേഷൻ, ബാത്ചീത്ത് എന്നൊക്കെ പറഞ്ഞ എക്സാമിന് ചോദിക്കാം. കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഗാവാല എന്താണ് പറയണേ? കൈസേ ഹോ ഭയ്യ, എങ്ങനെയുണ്ട് ഭയ്യ ചോദിച്ചു. പശുചാരക് പറയാണ് ടീഖു, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, ടീഖു. അഭി ഡൺ തോ കം ഹോ ഗയി ഹേ. അഭി ഇപ്പോൾ, ഡൺ തോ കം ഹോ ഗയി ഹേ ഇപ്പൊ തണുപ്പെല്ലാം കം ഹോ ഗയി ഹേ കുറഞ്ഞിട്ടുണ്ട്. വാപ്പസ് ജാ രഹാ ഹൂം തിരിച്ചു പോകുകയാണ്. വാപ്പസ് ജാ രഹാ ഹൂം തിരിച്ചു പോകുകയാണ്. ഗാവാല പറയാണ് ഇസ് ബണ്ടൽ മേം ക്യാ ഹേ. ഈ പൊതിയിൽ എന്താ? ഇസ് ബണ്ടൽ മേം ക്യാ ഹേ ഈ പൊതിയിൽ എന്താ? പശുചാരക് പറയും ഇത് കരണാണ്. എന്താ? ദുർലഭ് ഹിമാലയ ജഡി ഹേ. റയറായിട്ട് ഹിമാലയത്തിൽ കിട്ടുന്ന ഒരു തരം വേരാണിത് എന്ന് പറഞ്ഞു. ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ. അപ്പൊ ഗാവാല പറയാണ് ബണ്ടൽ കോ കിത്നാ ഹോഗാ. ഒരു ബണ്ടലിന്, ഒരു പൊതിക്ക് കിത്നാ ഹോഗാ എത്രയാവും എന്ന് ചോദിച്ചു. പശുചാരക് പറയും 120 രൂപയ. എത്രയാ? 120 രൂപയാണെന്ന് പറഞ്ഞു ഒരു ബണ്ടലിന് കേട്ടോ. അപ്പൊ ഗാവാല പറയാണ് ലേക്കിൻ പക്ഷേ മേരെ പാസ് എന്റെ കയ്യില് 100 രൂപ ഹി ഹേ. എന്റെ കയ്യിൽ കേവലം എത്ര രൂപ മാത്രമേ ഉള്ളൂ? 100 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പശുചാരക് പറയാണ്, ആട്ടിടയൻ പറയാണ് ഫിക്ർ മത് കരോ, ടെൻഷൻ ഒന്നും ആവണ്ട, ബാക്കി അഗ്ലേ സാൽ ദേനാ. ബാക്കി അടുത്ത കൊല്ലം നൽകിയാ മതി. അടുത്ത കൊല്ലം ഇതേപോലെ ഡൺകെ മോസം തണുപ്പ് കാലാവുമ്പോ, ശൈത്യകാലാവുമ്പോ ഇവരെന്ത് ചെയ്യും? ഇതേപോലെ താഴ്ന്ന പ്രദേശത്തിലേക്ക് മാറി താമസിക്കില്ലേ? അപ്പൊ മാത്രം ബാക്കിയുള്ള പൈസ തന്നാ മതി എന്ന് പറയും. അപ്പൊ ഗാവാല പറയാണ് ടീച്ചേ ഓക്കെ ശരി എന്ന് പറയും. അപ്പൊ സിമ്പിൾ കോൺവെർസേഷൻ ആണ്. 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? ഫൂൽദേയ് കാ ത്യോഹാർ സമാപ്ത് ഹോ ഗയാ. ഫൂൽദേയ് ത്യോഹാർ അവസാനിച്ചു. इसके लिए एक रपर तैयार करें. ഇതിനായിട്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് കൊടുക്കണം. ഫൂൽദേയ് ത്യോഹാർ മനായ ഗയാ. ഫൂൽദേയ് ത്യോഹാർ ആഘോഷിച്ചു ഹെഡിങ് ആയിട്ട് കൊടുത്തു. പിന്നെ നമുക്കൊരു പത്രവാർത്തയ്ക്ക് വേണ്ടത് എന്താ? സ്ഥലമാണ് വേണ്ടത്. സ്ഥലം വേണം. സ്ഥലം എവിടെയാ? ഉത്തരാഖണ്ഡ് എന്ന സ്ഥലവും കൊടുത്തു. ഇനി നമുക്ക് പത്രവാർത്ത എഴുതാം. ഇക്കൊല്ലത്തെ ഫൂൽദേയ് കാ ത്യോഹാർ മനായ ഗയാ. ഫൂൽദേയ് ത്യോഹാർ ആഘോഷിച്ചു. വസന്ത ഋതു കെ ഫൂലോ കാ ത്യോഹാർ ഹേ. ഇത് വസന്തകാലത്തിലെ പൂക്കളുടെ ഉത്സവമാണ്. ബച്ചോ കാ ത്യോഹാർ ഹേ. ഇത് ആരുടെയും കൂടി ഉത്സവമാണ്? കുട്ടികളുടെ കൂടി ത്യോഹാർ ഹേ ഉത്സവമാണ്. സുബഹ സേ രാവിലെ മുതൽ ബച്ചേ ഗാവ് ഭർ ഘൂം കർ. കുട്ടികൾ ഗ്രാമം മുഴുവനും ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങി. ഗുംകർ ചുറ്റിക്കറങ്ങി. ഫൂലോം സേ പൂക്കൾ കൊണ്ട്. ഘർ കി ദേഹരിയോ വീടിന്റെ ദേഹരിയോ എന്ന് വെച്ചാൽ മുൻവശം. മുൻവശം എന്ത് ചെയ്യും? സജാത്തേ ഹേ അലങ്കരിക്കും. പിന്നെ ഘരോം സേ വീട്ടിൽ നിന്ന്. ആരുടെ വീടാണോ അലങ്കരിക്കണേ ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്തൊക്കെയാ കൊടുക്കുക? ഉനേം ചാവൽ. അവർക്ക് ചാവൽ അരി, ഗുഡ് ശർക്കര, ആദി മീൻസ് എക്സിട്ര എന്നാണ് കേട്ടോ. ആദി എന്ന് വെച്ചാൽ എക്സിട്ര. ദക്ഷിണ കെ രൂപമേ മിൽത്തേ ഹേ. അവർക്ക് ആ വീട്ടിൽ നിന്ന് അരി, ശർക്കര മുതലായ കാര്യങ്ങൾ ദക്ഷിണയായിട്ട് മിൽത്തേ ഹേ ലഭിക്കാറുണ്ട്. ഈ വസ്തുക്കൾ കൊണ്ട്, ഈ സാധനം കൊണ്ട് സാമൂഹിക് ഭോജ് ബനായ ഗയാ. എന്തുണ്ടാക്കും? സാമൂഹിക് സദ്യ അല്ലെങ്കിൽ സമൂഹ സദ്യ ബനായ ഗയാ അവരുണ്ടാക്കി.
ജന്മേ ഈ കാര്യങ്ങളിൽ ബഡോം കി ഭൂമിക വലിയവരുടെ ഭൂമിക റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം എന്ത് മാത്രാണ്? സലാഹ് ദേനെ തക് സീമിത് ഹോത്തി ഹേ. സലാഹ് ദേന എന്താ? ഉപദേശം കൊടുക്കൽ മാത്രാണ്. സലാഹ് ദേനെ തക് സീമിത് ഹോത്തി ഹേ, വെറും ഉപദേശിക്കൽ മാത്രാണ്. അതോടുകൂടി അവസാനിക്കും. ബാക്കി സാരേ കാം ബച്ചേ കർത്തേ ഹേ, ബാക്കി മുഴുവൻ ജോലിയും ബച്ചേ കർത്തേ ഹേ, കുട്ടികളാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ. ഉത്തരാഖണ്ഡ് കെ സബ്സേ ബഡാ ത്യോഹാർ ഹേ വോ. ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഏത് ഉത്സവം? ഈ ഫൂൽദേയി ത്യോഹാർ എന്നുള്ള ഈ ഒരു വസന്തകാലത്തിലെ ഉത്സവം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു റപ്പിട്ട്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് ഇതിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എന്താ? ഫൂൽദേയി ത്യോഹാർ കെ ബാരേ മേം എക് ടിപ്പണി തയ്യാർ കരേ. ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഇത് പഠിച്ചു വെച്ചാൽ എഴുതാൻ പറ്റും 4 മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. फूलदेई के बारे में लेखक अपने मित्र के नाम पत्र लिखता है, वह पत्र लिखे. അപ്പൊ ഫൂൽദേയിനെ പറ്റിയിട്ട് ലേഖക കൂട്ടുകാരൻ ഒരു കത്തെഴുതാണ്. ആ കത്തെഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പ്രിയമിത്ര കൊടുത്തു. ഈ സ്ഥലം നോക്കാം. ഇവിടെ നമ്മൾ പ്ലേസും ഡേറ്റും ആണ് കൊടുക്കണ്ടേ. പ്ലേസും ഡേറ്റും കൊടുത്തു. ഇവിടെ പ്രിയമിത്ര. അങ്ങനെ എന്തെല്ലാം നമ്മൾ പറയാ? ഡിയർ ഫ്രണ്ട്, പ്രിയമിത്ര. തും കേസേ ഹോ ഇൻട്രൊഡക്ഷൻ ആണ്. എങ്ങനെയുണ്ട്? ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് പറഞ്ഞു. നീ ഫൂൽദേയിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇത് വസന്തകാലത്തിലാണ് ആഘോഷിക്കുന്നത്. ബച്ചേ കുട്ടികൾ വളരെ വൈകുന്നേരത്തോളം പൂക്കൾ വരയ്ക്കും. ഈ പൂക്കൾ കൊണ്ട് ഗ്രാമം മുഴുവനും ഗ്രാമം മുഴുവനുള്ള വീടുകളുടെ ദേഹരിയ സജാത്തെ ഹേ മുൻവശങ്ങളെ അലങ്കരിക്കും. ഗർവാലെ വീട്ടുടമസ്ഥര് ബച്ചോംകോ കുട്ടികൾക്ക് ചാവൽ ഗുഡ് ദാൽ ദേത്തെ ഹേ അരി ശർക്കര മുതലായ ധാന്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. ഈ സാധനങ്ങൾ കൊണ്ട് സാമൂഹിക് ഭോജ് ബനാത്തെ ഹേ എന്തുണ്ടാക്കും? സമൂഹ സദ്യ ഉണ്ടാക്കാറുണ്ട്. ഈ മുഴുവൻ ജോലിയും കുട്ടികളാണ് ചെയ്യാറ്. ഭൂമിക വലിയവരുടെ ഉത്തരവാദിത്വം എന്തുമാത്രാണ്? കേവലം സലാഹ് ദേനെ ഉപദേശിക്കൽ മാത്രാണ്. ത്യോഹാർ ദേഖ്നെ കെ ലിയേ തൂ ജറൂർ ആനാ. ഈ ഉത്സവം കാണാനായിട്ട് തൂ ജറൂർ ആനാ, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഷൻ ആണ് കേട്ടോ. കഹ്നെ കോ ബഹുത് ബഹുത് ഹേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ശേഷ് മിലൻ പർ ബാക്കി നേരിട്ട് കണ്ടിട്ട്. മാതാജി ഓർ പിതാജി സെ മേരാ പ്യാർ കർണ, അമ്മയോടും അച്ഛനോടും എല്ലാം എന്റെ അന്വേഷണം പറയണം എന്ന് പറഞ്ഞു. തേരി പത്രികി പ്രതീക്ഷാമേ നിന്റെ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇവിടെ നമ്മൾ പദ അഡ്രസ് കൊടുക്കും. ഇവിടെ പ്യാർ സെ നാം ഹസ്താക്ഷർ പേര് ഒപ്പ്. അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇത്രയും ഭാഗം നമ്മളുടെ ഫോർമാറ്റ് ആണ്. ഇവിടെയും ഫോർമാറ്റ് ആണ് കേട്ടോ. ഇവിടം വരെ ഫോർമാറ്റ് ആണ്. ബാക്കി ഇത്രയേ ഉള്ളൂ. ഇതാണൊരു ലെറ്റർ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ ഷഫിൾ ചെയ്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഈ ഒരു രീതിയും കൂടി പഠിച്ചു വെക്കാം. നമ്മളുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോസ്റ്റർ ആണ്. വിഷയം എന്തായിരിക്കും? ഫൂൽദേയി ത്യോഹാർ ആയിരിക്കും വിഷയം. പോസ്റ്റർ ഒരു സിമ്പിൾ പോസ്റ്റർ ആണ് കേട്ടാ. ഇൻവൈറ്റ് ചെയ്യേണ്ട പോസ്റ്റർ ആണ്. അപ്പോ നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. ഡിഫറെന്റ് രീതിയിൽ ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. പല ടൈപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടന്റ് മാത്രം നമ്മൾ പഠിച്ചു വെക്കാം. ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഫൂൽദേയി കാ ത്യോഹാർ ഇൻട്രോ ആണ്. ഇൻട്രൊഡക്ഷൻ കൊടുത്തു. നമുക്ക് പോസ്റ്ററിന് ഇൻവൈറ്റ് ചെയ്യേണ്ട പോസ്റ്ററിന് 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് വേണം. സ്ഥാൻ, സമയ്, താരിഖ്, സബ്കാ സ്വാഗത്. ഇവിടെ സ്ഥലം എവിടെയാ? നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതി കൊടുക്കാം. സ്കൂൾ സഭാഗൃഹം ആണെങ്കിൽ സ്കൂൾ ഹാൾ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് സമയം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ ഞാൻ സുബർ 9 ബജെ എന്ന് കൊടുത്തു. ഇവിടെ സ്ഥാൻ വേണമെങ്കിൽ സ്കൂൾ ഹാൾ. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാം. സ്കൂൾ ഹാൾ. താരിഖ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങൾ ജൂൺ മാസം പഠിച്ചു വെക്കുകയാണെങ്കിൽ എഴുതാൻ സുഖാണ്. താരിഖ് എഴുതി. ഇനി ഇത് പ്രധാന പരിപാടികളാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഭംഗിക്ക്
പൂക്കള ഉത്സവല്ലേ, പൂക്കളുടെ ഉത്സവമാണ്. അപ്പൊ ഒരു പൂവിന്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്ററിന്റെ ഉള്ളിൽ ഇതെല്ലാം പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. ആ പ്രധാനപ്പെട്ട പരിപാടികൾ നോക്കാം. ഫൂലോം കാ ഷോ, പൂക്കളുടെ ഷോ പ്രദർശനം. ചൈത്തി ഗീത് എന്താ, നാടൻപാട്ട്. പിന്നെ സാമൂഹിക് ബോധ്, സമൂഹ സദ്യ ഉണ്ടാവും. അത് നമുക്ക് എഴുതി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് എന്തായാലും വേണ്ടത് എന്താ, സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, 4 മാർക്കിന്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ 1 മാർക്കിന്റെ ചോദ്യങ്ങള്, മാത്സ് ഫോളോയിങ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവരും നല്ലപോലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.